ദൈവസന്നിധിയിൽ കാണപ്പെടണം. അതാണ് നമ്മൾ സൗമ്യത ഉള്ളവരായി ദൈവസന്നിധിയിൽ കാണണമെന്ന് കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ ആരാഞ്ഞ് നോക്കുന്നതിനേക്കാളും അധികമായിട്ട് നാം അയൽവാസി അല്ലെങ്കിൽ അടുത്തുള്ളവരെയാണ് നാം നോക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ, അവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാനുണ്ടോ എന്ന് തന്നെ പലരും അന്വേഷിച്ച് നടക്കുന്നത്. പക്ഷെ താൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകുവാൻ പറ്റുമോ എന്ന് നമ്മെ തന്നെ അന്വേഷിക്കുന്നവർ കുറച്ചാണ് നമ്മുടെ ജീവിതത്തെ. ഇന്ന് ഈ ഒരു ലാസ്റ്റ് ദിവസം കർത്താവിൻ്റെ വരവ് അടുത്ത് കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ കൊടുത്ത് ദൈവത്തിന് വേണ്ടി മനത്താഴ്മയോടെ കാത്തിരിപ്പാനും ലോകത്തിൽ നീതിന്യായം ചെയ്യുവാനും നാം മറന്നു കളയണ്ട. അങ്ങനെയുള്ളവരെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല എന്ന് വചനം പറയുന്നു. പ്രിയദൈവപൈതൽ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.